ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാമത്തെ സ്കന്ധം അധ്യായം 3 ശ്ലോകം 6 നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുവന്നത് അഗ്നീന്ദ്ര രാജാവിന്റെ പുത്രനായ നാഭി സന്തതി പരമ്പരകൾക്കായിട്ട് ഭഗവാനെ കഠിന തപസ്സിലൂടെ പ്രത്യക്ഷനായ വിവരമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൂടെ കണ്ടത്. ഭഗവാൻ പ്രത്യക്ഷനായത് ചതുർബാഹു രൂപത്തിലും കൗസ്തഭം അണിഞ്ഞും മഞ്ഞ പട്ടുടയാട് ഉടുത്തും ഉള്ള അതീവ ഗംഭീരമായ രൂപവർണ്ണന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടായിരുന്നു, മനസ്സിലാക്കിയായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. ശ്ലോകം 6. പരിജനാനുരാഗ വിരചിത ശബളം സംശബ്ദ സലില തുളസികാ ദുർവാങ്കുരൈരപി സംഭൃതയാ സപര്യാ കില പരമ പരിതുഷ്യസി. എന്ന് പറഞ്ഞാൽ, അല്ലയോ പരമോന്നതനായ ഭഗവാനെ, എല്ലാ അർത്ഥത്തിലും അങ്ങ് പൂർണ്ണനാണ്. ഭക്തന്മാർ ഭക്തി ഉന്മാദത്താൽ പതറിയ ശബ്ദത്തിൽ പ്രാർത്ഥനകളും തുളസീദളങ്ങളും ജലവും പുതിയ തളിരിലകളും നവതൃണങ്ങളും സമർപ്പിക്കുമ്പോൾ അങ്ങ് തീർച്ചയായും സംതൃപ്തനാകുന്നു. ഇത് നിശ്ചയമായും ഭഗവാനെ അങ്ങയെ സന്തോഷിപ്പിക്കുന്നു. ഭാവാർത്ഥം ബൈ ശ്രീലാ പ്രഭുപാദ്. ജയ ശ്രീലാ പ്രഭുപാദ്. ഭാവാർത്ഥത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കാൻ ഒരുവന് ധാരാളം സമ്പത്തോ ഉന്നത വിദ്യാഭ്യാസമോ ഐശ്വര്യ സമൃദ്ധിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരുവൻ സ്നേഹത്തിലും ഉത്തമ ഭക്തിയിലും പൂർണ്ണമായി മുഴുകുന്ന പക്ഷം അവൻ ഒരു പുഷ്പമോ അല്പം ജലമോ സമർപ്പിച്ചാലും മതിയാകും. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ട് ഉള്ളതുപോലെ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്ചതി. ഒരുവൻ പ്രേമത്തോടും ഭക്തിയോടും ഒരു ഇലയോ പുഷ്പമോ ഫലമോ അല്പം ജലമോ സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവത്ഗീത 9-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണത്. പരമോന്നതനായ ഭഗവാനെ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കൂ. അതിനാൽ ഭക്തിയിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെയും ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് ഇവിടെ ഊന്നി പറയുന്നു. ഗൗതമീയ തന്ത്രത്തെ ഹരിഭക്തി വിലാസത്തെ ഉദ്ധരിച്ചു പറയുന്നു. തുളസീദല മാത്രേണ ജലസ്യ ചുലുകേന വക്രീണിതേ സ്വം ആത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. എന്ന് പറഞ്ഞാൽ, ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ വെറും ഒരു തുളസിയിലെയോ ഒരു കൈക്കുമ്പിൾ ജലമോ തനിക്ക് സമർപ്പിക്കുന്നവർക്ക് തന്നെ നൽകുന്നു എന്നാണ് അവിടെ പറയുന്നത്. പരമോന്നതനായ ഭഗവാൻ തൻ്റെ ഭക്തന്മാരിൽ യാതൊരു കാരണവുമില്ലാതെ കാരുണ്യം ചൊരിയുന്നവനാകയാൽ ദരിദ്രനായവർക്ക് പോലും അപ്രകാരം ഒരു കൈക്കുമ്പിൾ ജലമോ ഒരു പുഷ്പമോ ഭക്തിപൂർവ്വം സമർപ്പിച്ച് അദ്ദേഹത്തെ സംതൃപ്തനാക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വന്തം ഭക്തന്മാരോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യപൂർണമായ ഇടപെടൽ കാരണമാണ് ഇത് സാധ്യമാകുന്നത്. ഹരിബോൽ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 7. അധാനയാപീന ഭവത ഇജ്ജയോരുഭാരഭരയാ സമുചിതാം അർത്ഥം ഇഹോപലാഹം അഹമേ. അതായത്, ഞങ്ങൾ പല സാമഗ്രികളോടും അങ്ങയുടെ ആരാധനയിൽ മുഴുകുകയും അങ്ങേക്കായി യജ്ഞങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങയെ സന്തോഷിപ്പിക്കാൻ അത്ര അധികം ക്രമീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഭാവാർത്ഥം നോക്കാം. വിശപ്പില്ലാത്ത ഒരുവന് ധാരാളം ഭക്ഷണങ്ങൾ നൽകുന്നത് നിരർത്ഥകമാണെന്ന് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നു.
ഒരു വലിയ യജ്ഞോപചരണ ചടങ്ങിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് ധാരാളം വസ്തുക്കൾ സമാഹരിക്കുമെങ്കിലും ഭക്തിയില്ലാത്ത പക്ഷം, ഭഗവാനോട് സ്നേഹവും മമതയും ഇല്ലാത്ത പക്ഷം ആ ക്രമീകരണങ്ങളെല്ലാം ഉപയോഗരഹിതമാകും. ഭഗവാൻ സ്വയം സമ്പൂർണനാണ്. അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് ഒന്നും വേണ്ടതില്ല. എങ്കിലും നമ്മൾ അല്പം ജലമോ ഒരു തുളസി ദളമോ ഒരു പുഷ്പമോ സമർപ്പിച്ചാൽ അദ്ദേഹം അവ സ്വീകരിക്കും. ഭക്തിയുത സേവനമാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കാനുള്ള പ്രധാന മാർഗം. വലിയ യജ്ഞങ്ങൾ ആചരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഭക്തിയുത സേവന പാതയിൽ അല്ലാത്തതിലും തങ്ങളുടെ യജ്ഞം ഭഗവാനെ സന്തുഷ്ടനാക്കാത്തതിലും പുരോഹിതന്മാർ വല്ലാതെ പശ്ചാത്തപിച്ചു. അപ്പോൾ ശ്ലോകം 8 നോക്കാം. ആത്മനയേവാനുസവനം അഞ്ജസാ വ്യതികേരണ ബോഭൂയമാനാശേ പുരുഷാർത്ഥ സ്വരൂപസ്യ കിന്തു നാഥാശിഷ ആശാസനാം മേ അദാഭി സംരാധന ആരാധനാമാത്രം വ്യഭവതുമർഹസി. അതായത് ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഐശ്വര്യങ്ങളും സ്വയം പര്യാപ്തമായും അവിരാമമായും അപരിമിതമായും അങ്ങയിൽ അനുനിമിഷം പ്രത്യക്ഷത്തിൽ അധികരിക്കുന്നു. തീർച്ചയായും അങ്ങ് അപരിമിതമായ ആസ്വാദനവും പരമാനന്ദപൂർണമായ അസ്തിത്വവുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലയോ ഭഗവാനെ, ഞങ്ങൾ എപ്പോഴും ഭൗതിക ആസ്വാദനത്തിന്റെ പിന്നാലെയാണ്. ഈ യജ്ഞത്തിന്റെ ക്രമീകരണങ്ങളൊന്നും അങ്ങേക്ക് ആവശ്യമില്ല. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ഞങ്ങൾ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാം. ഈ യജ്ഞങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത് അവയുടെ ഫലങ്ങളിലുള്ള ഞങ്ങളുടെ ഇച്ഛയാലാണ്. അവയൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ഇവയൊന്നും തന്നെ അങ്ങേക്ക് ആവശ്യമുള്ളതല്ല. ഭാവാർത്ഥം നോക്കാം. സ്വയം പര്യാപ്തനാകയാൽ ഭഗവാന് വലിയ യജ്ഞങ്ങളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഭൗതിക ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫലേച്ഛാ കർമ്മങ്ങൾ ഭൗതിക ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കാണ് വേണ്ടിയുള്ളതാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന. പരമോന്നതനായ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ പ്രവർത്തിക്കാത്ത പക്ഷം നാം മായയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. 10,000-കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ആഡംബരപൂർണമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഭഗവാൻ അത്തരം ക്ഷേത്രമൊന്നും ആവശ്യമില്ല. ഭഗവാന് വസിക്കാൻ അദ്ദേഹത്തിന്റെ അനേക ലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ഉദ്യമമൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് ഐശ്വര്യവർദ്ധനവയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ആവശ്യമില്ല. അത്തരം കർമ്മങ്ങൾ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ധനം ആഡംബരപൂർണമായൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്ന പക്ഷം നമ്മുടെ പ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാകും. ഇത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അതിലുപരി നാം ഭഗവാന് വേണ്ടി ഹൃദ്യമായ എന്തെങ്കിലും ചെയ്യാൻ പരിശ്രമിക്കുന്ന പക്ഷം അദ്ദേഹം നമ്മളിൽ പ്രസാദിക്കുകയും നമുക്കായി അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ആഡംബരപൂർണങ്ങളായ ക്രമീകരണങ്ങളൊന്നും തന്നെ ഭഗവാന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഹിതത്തിന് വേണ്ടിയാണ് എന്ന് സാരം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളും വരങ്ങളും നേടാൻ സാധിച്ചാൽ നാം ഭഗവത് ധാമത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ യോഗ്യരായി തീരും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 9. യഥാ ബാലിശാനാം സ്വയം ആത്മനാശ്രേയ പരമവിദുഷാം പരമ പരമ പുരുഷ പ്രകർഷ കരുണയാ സ്വമഹിമാനം ചാപവർഗ്യാഖ്യം ഉപകൽപ്പിഷ്യൻ സ്വയം നാപചിത ഏവേതരദഹിതോ ഉപലക്ഷിത. അതായത് അല്ലയോ ഭഗവാന്മാരുടെ ഭഗവാനെ, മോചനത്തിന്റെ പ്രക്രിയയിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളുടെ നിർവഹണത്തിൽ ഞങ്ങൾ സമ്പൂർണരായും അജ്ഞരാണ്. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. ആരാധനയ്ക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വിനയത്തോടെയാണ് അങ്ങ് ഇവിടെ ആഗതനായിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങ് ഇവിടെ സന്നിഹിതനായതിൽ ഞങ്ങൾക്ക് അങ്ങയെ ദർശിക്കുവാൻ കഴിഞ്ഞു. അങ്ങ് അപവർഗമെന്ന് അല്ലെങ്കിൽ മോചനം വിളിക്കപ്പെടുന്ന അങ്ങയുടെ വ്യക്തിപരമായ മഹത്വത്താൽ, അങ്ങയുടെ ഇഷ്ടം സ്വന്തം ഇഷ്ടത്താലും അഹൈതുകമായ കാരുണ്യത്താലും ഞങ്ങളുടെ ലക്ഷ്യത്തെയും താല്പര്യത്തെയും സേവിക്കാൻ ഇവിടെ വന്നു. അജ്ഞത മൂലം ഞങ്ങൾക്ക് യഥാർഹം ആരാധിക്കുവാൻ കഴിഞ്ഞിട്ടും അങ്ങ് ആഗതനായി. ഭാവാർത്ഥം നോക്കാം. വിഷ്ണു ഭഗവാൻ യാഗവേദിയിൽ
നേരിട്ട് സന്നിഹിതനായി. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം മുൻനിർത്തിയാണ് ഇത് എന്ന് അർത്ഥമില്ല. അതുപോലെ അർച്ചവിഗ്രഹം, ക്ഷേത്രത്തിലെ ബിംബം സന്നിഹിതനാകുന്നതും ഇതേ ലക്ഷ്യത്തിലാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ അകാരണമായ കാരുണ്യത്താൽ ഞങ്ങൾക്ക് മുന്നിൽ സന്നിഹിതനായി. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചു. അതീന്ദ്രിയ ദർശനമില്ലാത്തതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായ സച്ചിത് ആനന്ദ വിഗ്രഹം കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ അദ്ദേഹം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ വന്നു. ഞങ്ങൾക്ക് ശിലയും തടിയും പോലുള്ള ഭൗതിക വസ്തുക്കൾ മാത്രമേ കാണാൻ സാധിക്കൂ. അതിനാൽ അദ്ദേഹം ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് സേവിക്കുന്നതിന് വേണ്ടി ശിലയുടെയും തടിയുടെയും വിഗ്രഹ രൂപങ്ങൾ സ്വീകരിക്കുന്നു. ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. അത്തരം കാരുണ്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലെങ്കിലും തങ്ങളുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതിന് സമ്മതിക്കുകയും അങ്ങനെ വർത്തിക്കുകയും ചെയ്യുന്നു. സമ്പൂർണമായും അജ്ഞരാകയാൽ ഭഗവാന്റെ ആരാധനയ്ക്ക് അനുയോജ്യമായ അനുസാരികൾ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ ഭഗവാൻ നാഭി മഹാരാജാവിന്റെ ഈ യജ്ഞവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 10 നോക്കാം. അഥായമേവ വരോ ഹി അഹ അർത്ഥമാ യർഹി ബർഹിഷി രാജർഷിർ ഉർവരദർശഭോ ഭവാൻ നിജപുരുഷേ ക്ഷണവിഷയ ആസീത്. അതായത്, അല്ലയോ എല്ലാവരിലും വെച്ച് ഏറ്റവും ആരാധ്യ അർഹനായവനെ, എല്ലാ അനുഗ്രഹദായകരിലും ശ്രേഷ്ഠൻ അവിടുന്നാകുന്നു. ഞങ്ങളുടെ അനുഗ്രഹ പ്രാർത്ഥന മാത്രമാണ് അവിടുന്ന്. വിശുദ്ധനായൊരു നാഭിരാജാവിന്റെ യജ്ഞവേദിയിൽ പ്രത്യക്ഷനായത്. അങ്ങ് ഞങ്ങളിൽ കാണപ്പെട്ടതിനാൽ ഞങ്ങൾക്ക് മേൽ അങ്ങ് ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് വർഷിച്ചിരിക്കുന്നത്. അങ്ങയുടെ ദർശനം ലഭിച്ചത് തന്നെ അതീവ മഹത്തരമായിട്ട് കൂടിയിരിക്കുന്ന മഹർഷിമാർ വിചാരിക്കുന്നു. ഭാവാർത്ഥം നോക്കാം. നിജപുരുഷ ഈ ക്ഷണ വിഷയ. ഭഗവത്ഗീത 9.29 കൃഷ്ണൻ പറയുന്നു, സമ്മോഹം സർവഭൂതേഷു. ഞാൻ ആരെയും ദേഷിക്കുന്നില്ല, എനിക്ക് ആരോടും പക്ഷപാതവുമില്ല. ഞാൻ എല്ലാവർക്കും തുല്യനാണ്. പക്ഷേ എനിക്ക് ഭക്തിപൂർവ്വം സേവനമനുഷ്ഠിക്കുന്ന ഒരുവൻ എൻ്റെ മിത്രമാകുന്നു, ഞാൻ അവൻ്റെയും മിത്രമാകുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലാവർക്കും സമനാകുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ഓരോരുത്തരും അവരവരുടെ ഫലകാംക്ഷ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിലിരുന്ന് നിരീക്ഷിക്കുന്ന ഭഗവാൻ അവർ ഇച്ഛിക്കുന്ന ഫലങ്ങൾ നൽകുന്നു. എങ്ങനെ തന്നെ ആയാലും പരമോന്നതനായ ഭഗവാനെ എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും സംതൃപ്തനായി കാണാൻ ഭക്തന്മാർ ആകാംക്ഷപ്പെടുന്നത് പോലെ തൻ്റെ ഭക്തന്മാർക്ക് മുന്നിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ ഭഗവാനും ആകാംക്ഷയുണ്ട്. ഭഗവത്ഗീത 4.8 ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടരെ നിഗ്രഹിക്കുന്നതിനും ധാർമ്മിക തത്വങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു. അപ്രകാരം സ്വന്തം ഭക്തന്മാരുടെ സംതൃപ്തിക്ക് മോചനത്തിനും വേണ്ടിയാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം സ്വയം അവതരിക്കുന്നത് അസുരന്മാരെ വധിക്കാൻ മാത്രമല്ല, സ്വന്തം ഇടനിലക്കാരെ കൊണ്ട് അത് നിർവഹിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. വിഷ്ണു ഭഗവാൻ നാഭിരാജാവിന്റെ യജ്ഞരംഗത്ത് പ്രത്യക്ഷനായത് രാജാവിനെയും പരിവാരങ്ങളെയും സംതൃപ്തരാക്കാൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാന്നിധ്യത്തിന് മറ്റൊരു നിദാനവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹരിബോൽ ഹരേ കൃഷ്ണ. ഇവിടെ അടുത്ത ശ്ലോകം നോക്കാം. 11. അസംകാനിശിതജ്ഞാനാം അനലവിധൂതാശേഷമലനാം ഭവ സ്വഭാവമാത്മ ആത്മാരാമാണം മുനീനാമം അനവരത പരിഗുണിത ഗുണഗണ പരമ മംഗളായ ഗുണഗണ കഥ അനോസി. അതായത്, പ്രിയപ്പെട്ട ഭഗവാനെ, ചിന്താപൂർണരും വിശുദ്ധ വ്യക്തികളുമായ എല്ലാ മഹാമുനിമാരും അങ്ങയുടെ ആധ്യാത്മിക യോഗ്യതകൾ നിരന്തരം വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. ഈ മുനിമാർ നേരത്തെ തന്നെ അളവറ്റ വൃത്തികെട്ട കാര്യങ്ങളെല്ലാം അറിവിന്റെ അഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞവരും ഭൗതിക അപലോകത്തോടുള്ള വിരക്തി ശക്തിപ്പെടുത്തിയവരുമാണ്. അപ്രകാരം അവർ അങ്ങയുടെ യോഗ്യതകൾ ആർജിക്കുകയും ആത്മസംതൃപ്തരാവുകയും ചെയ്തു. എന്നിട്ടും അങ്ങയുടെ സവിശേഷതകൾ കീർത്തിക്കുന്നതിൽ ആത്മീയ പരമാനന്ദം അനുഭവിച്ചിട്ടും അങ്ങയുടെ വ്യക്തിപരമായ സാന്നിധ്യം അവർക്ക് പോലും വളരെ അപൂർവമാണ്. ഭാവാർത്ഥം നോക്കാം.
നാഭി മഹാരാജാവിന്റെ യജ്ഞനിർവാഹകരായിരുന്ന പുരോഹിതന്മാർ പരമോന്നതനായ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തെ വളരെ ശ്ലാഘിക്കുകയും തങ്ങൾ അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വയം വിലയിരുത്തുകയും ചെയ്തു. ഭൗതിക ലോകത്തോട് പരിപൂർണമായി വിരക്തരാവുകയും ഭഗവാന്റെ മഹിമകളുടെ നിരന്തര ധ്യാനത്താൽ ഹൃദയങ്ങൾ വിശുദ്ധമാക്കുകയും ചെയ്ത മഹാവിശുദ്ധരായ വ്യക്തികൾക്ക് പോലും ഭഗവാന്റെ പ്രത്യക്ഷം വളരെ അപൂർവമാണ്. അത്തരം വ്യക്തികൾ ഭഗവാന്റെ അതീന്ദ്രിയ യോഗ്യതകളുടെ കീർത്തനങ്ങളാൽ സദാ സംതൃപ്തരാണ്. ഭഗവാന്റെ വ്യക്തിപരമായ പ്രത്യക്ഷം വാസ്തവത്തിൽ ആവശ്യമില്ല. അത്തരം ഉന്നതരായ മുനിമാർക്ക് പോലും ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം അത്യപൂർവമാണെന്നിരിക്കെ വ്യക്തിപരമായി തങ്ങൾക്ക് ദർശനം സാധ്യമാക്കിയ അദ്ദേഹം തങ്ങളോട് മഹാകാരുണ്യവാനാണെന്ന് പുരോഹിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. പുരോഹിതന്മാർ അതിനാൽ ഭഗവാനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നതായി പറയുന്നു. ശ്ലോകം 12 നോക്കാം. അത കഥചിത് സ്ഖലനച്യുത്പതന ജിംഭ്രണ ദുരവ സ്ഥാനാദിഷു വിവശനാം ന സ്മരണായ ജ്വരമരണദശായാം അപി സകല കശ്മല നിരസാനാനി തവ ഗുണകൃതം നാമധേയാനി വചന ഗോചരാണി ഭവന്തു. അതായത്, പ്രിയപ്പെട്ട ഭഗവാനെ, കാലിടറുമ്പോഴും വിശക്കുമ്പോഴും നിലം പതിക്കുമ്പോഴും കോട്ടുപായിടുമ്പോഴും മരണസമയത്ത് കടുത്ത ജ്വരം മൂലമുള്ള ദുരിതപൂർണമായ ആതുരാവസ്ഥയിലും ഞങ്ങൾക്ക് അങ്ങയുടെ നാമവും രൂപവും യോഗ്യതകളും സ്മരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതിനാൽ ഭക്തരോട് സ്നേഹവാത്സല്യങ്ങളുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയെ നിരന്തരം സ്മരിക്കുവാനും സർവപാപങ്ങളെയും തുരത്തിക്കളയുന്ന അങ്ങയുടെ ദിവ്യനാമങ്ങളും കർമ്മങ്ങളും വിശേഷതകളും സവിശേഷതകളും സദാ ഉച്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാവാർത്ഥം നോക്കാം. മരണസമയത്ത് ഭഗവാന്റെ ദിവ്യനാമങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളും അന്തേ നാരായണ സ്മൃതി സ്മരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയം. നമ്മൾ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ അത്രയ്ക്ക് കഠിനവും അപരിഹാര്യവുമാകയാൽ മരണസമയത്തെ രോഗാവസ്ഥയോ താറുമാറായ മാനസിക അവസ്ഥയോ മൂലം ഭഗവാനെ വിസ്മരിച്ചു പോയേക്കാം. ആകയാൽ മരണസമയത്ത് അത്തരമൊരു സന്നിഗ്ധ അവസ്ഥയിലായിരിക്കുമ്പോൾ ഭഗവാന്റെ പാദപങ്കജങ്ങൾ സ്മരിക്കാൻ കഴിയുമാറാകണേ എന്ന് നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. ഇത് സംബന്ധിച്ച ഒരുവന് ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിലെ 9-ഉം 10-ഉം പിന്നെ 14-ഉം 15-ഉം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും പറയുന്നു, അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത കളേവരം. അപ്പോൾ ശ്ലോകം 13 നോക്കാം. കിഞ്ചായം രാജർഷിർപത്യം കാമപ്രജാം ഭവാദൃശീമാശാം ആസാന ഈശ്വരമാശിഷാം സ്വർഗ അപവർഗയോ രപി ഭവന്തും ഉപതാപതി പ്രജായാം അർത്ഥപത്യോ ധനദ അമീബാധന ഫലീകരണം. അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങേ പോലൊരു പുത്രനെ വേണമെന്ന് ആത്യന്തികമായി ആഗ്രഹിക്കുന്നവനാണ് ഈ മഹാരാജാവ് നാഭി. അങ്ങയുടെ ഭഗവത് പദത്തിൽ അതിസമ്പന്നമായ ഒരു വ്യക്തിക്ക് മുന്നിൽ ഒരു ധാന്യമണി യാചിക്കുന്നവന്റെ പദവിയാണ് അവന് സ്വർഗീയ ലോകങ്ങളിലേക്കുള്ള ഉയർത്തലും ഭഗവത് ധാമത്തിലേക്കുള്ള മടക്കവും ഉൾപ്പെടെ ഏത് ഉന്നത പദവിയും നൽകാൻ അങ്ങേക്ക് കഴിയുമെങ്കിലും അവൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതും അങ്ങയെ ആരാധിക്കുന്നതും ഒരു പുത്രന് വേണ്ടിയാണ്. അപ്പോൾ മഹാരാജാവായ നാഭി ഒരു പുത്രന് വേണ്ടി ഇത്ര വലിയൊരു യാഗം നടത്തുന്നതിൽ പുരോഹിതന്മാർക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അതിലും ഉപരിയായിട്ടുള്ള സ്വർഗലോകമോ അല്ലെങ്കിൽ അതീന്ദ്രിയ ഗ്രാമമോ ആഗ്രഹിക്കാൻ വേണ്ടിയാകണം. കേവലം ഒരു പുത്രന് വേണ്ടി ഇത്രയും വലിയ ഭഗവാനെ ആരാധിക്കുന്നതിലോ യജ്ഞങ്ങൾ നടത്തുന്നതിലോ പുരോഹിതന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവനെ സ്വർഗീയ ഗ്രഹങ്ങളിലേക്കോ വൈകുണ്ഠ ലോകത്തേക്കോ ഉയർത്താൻ ഭഗവാന് സാധിക്കും. പരമോന്നതനായ ഭഗവാനെ എങ്ങനെ സമീപിക്കണമെന്നും എങ്ങനെ അദ്ദേഹത്തോട് ആത്യന്തികമായ അനുഗ്രഹം ആവശ്യപ്പെടണമെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനി ത്വയി അവതാർ ഭക്തിരയി. ഭൗതികമായ യാതൊന്നും ഭഗവാനോട് ആവശ്യപ്പെടാൻ അദ്ദേഹം
ആഗ്രഹിച്ചില്ല. ഭൗതിക ഐശ്വര്യം എന്നാൽ സമ്പത്ത്, ഭാര്യ, നല്ല കുടുംബം, അനുയായികൾ എന്നിവയൊക്കെയാണെന്ന് അർത്ഥം. പക്ഷേ ഒരു ബുദ്ധിമാനായ ഭക്തൻ പരമോന്നതനായ ഭഗവാനോട് ഭൗതികമായ യാതൊന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. അവന്റെ ഒരേ ഒരു പ്രാർത്ഥന മമ ജന്മനി ജന്മനീശ്വരേ ഭവതാർ ഭക്തിരയിത്വയി. അവൻ ശാശ്വതമായി ഭഗവത് സേവനത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നു എന്ന് സാരം. അവൻ സ്വർഗീയ ലോകത്തിലേക്കുള്ള ഉയർത്തലോ മോക്ഷമോ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനമോ കാക്ഷിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു കാര്യമെങ്കിൽ മമ ജന്മനി ജന്മനി എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുമായിരുന്നില്ല. ഒരു ഭക്തനെ ഭക്തനായി തുടരാൻ കഴിയുന്നിടത്തോളം ജന്മങ്ങൾക്ക് പിന്നാലെ ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാലും ഇല്ലെങ്കിലും അത് പ്രശ്നമാവില്ല. വാസ്തവത്തിൽ ശാശ്വതമായ സ്വാതന്ത്ര്യം ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്കുള്ള മടക്കമാണ്. ഭക്തൻ ഭൗതികമായി യാതൊന്നിലും ഉത്കണ്ഠപ്പെടാറില്ല. നാഭി മഹാരാജാവ് വിഷ്ണുവിനെ പോലൊരു പുത്രനെയാണ് ആഗ്രഹിച്ചതെങ്കിലും ദൈവത്തെ പോലൊരു പുത്രനെ കാക്ഷിക്കുന്നത് പോലും ഇന്ദ്രിയ പ്രീണനമാണ്. പരിശുദ്ധനായ ഒരു ഭക്തൻ ഭഗവാന്റെ പ്രേമ സേവനത്തിൽ മുഴുകാൻ മാത്രം അഭിലഷിക്കുന്നു എന്നാണ് ഇവിടെയും വ്യക്തമാക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.